ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ ശ്രുതിയും സുധിയും കൂടെ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അവരുടെ ഈ ഒരു തമാശയും അതുപോലെ പൊട്ടിച്ചിരിയും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കിനും രേവതി അതിൻ്റെ വെളിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. കുറച്ച് സമയം അവളും ഇവരെന്താ ഈ ചിരിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് വന്നു. ചന്ദ്രയെ കണ്ട പാടെ തന്നെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടിൽ രേവതി പതുക്കെ അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ ചന്ദ്ര വന്ന് നോക്കുമ്പോൾ സുധിയും കൂടെ ഫോണിൽ എന്തൊക്കെയോ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് ചിരിക്കുക. അപ്പോൾ ഉടനെ തന്നെ അമ്മേ വാന്നും പറഞ്ഞിട്ട് സുധി അമ്മയെ വിളിക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ഇതിലേ പോയപ്പം നിങ്ങൾ എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണെന്ന് ചന്ദ്ര പറയുകയാണ്. പെട്ടെന്ന് തന്നെ അതൊന്നുമില്ല, അത് ഇവളുടെ ചില കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ചിരിച്ചതാണ് അമ്മയെന്നും പറഞ്ഞ് സുധിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ഫോൺ എടുത്ത് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇനി നിങ്ങൾ അമ്മായിയമ്മയും മരുമോളും കൂടെ സംസാരിച്ചോ, എനിക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ആ സെറ്റിയിൽ അങ്ങ് ഇരുന്നു. എന്നിട്ട് ചന്ദ്ര പറഞ്ഞു, മോളെ ഫോട്ടോസൊക്കെ കാണുന്നതിന് മുന്നേ അമ്മയ്ക്ക് നിന്നോട് മറ്റു ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രേവതി ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണെങ്ങാനും പെട്ടു കഴിഞ്ഞാൽ മോളെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത്ര കണ്ട് ദൃഷ്ടിദോഷമുള്ള കണ്ണാണ് അവളുടേത്. നിങ്ങൾ ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കുമ്പം അവളുടെ ഭർത്താവാണെങ്കിൽ ഫുൾ ടൈം അവളോട് വഴക്കുണ്ടാക്കിയാണല്ലോ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ രേവതിയും സച്ചിയും തമ്മിൽ പിരിയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് അവളുടെ കണ്ണ് നിങ്ങളുടെ മേലെ പെടാൻ പാടില്ല. ഇനി മുതൽ നിങ്ങൾ റൂമിലിരിക്കുന്ന സമയത്ത് വാതിലൊക്കെ നന്നായിട്ട് അടച്ചിട്ട് തന്നെ ഇരിക്കണമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ, തൻ്റെ ഭർത്താവും തൻ്റെ അമ്മായിയമ്മയും ആരും തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അവൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ആൻറ്റിക്ക് ഞാനൊരു കൂട്ടം കാണിച്ചു തരാം, ആൻറ്റി ഇതൊക്കെ ഒന്ന് നോക്കിക്കേന്നും പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ തൻ്റെ ഫോണിലുള്ള പഴയ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ചന്ദ്ര പറഞ്ഞു, മോളെ ഇതൊക്കെ നീയാണോ? എന്ത് ഭംഗിയായിരുന്നു മോളെ നിന്നെ കാണാനായിട്ട്. ഇത് നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് ആൻറ്റി, ഞാൻ ക്ലാസിക്കൽ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ് മോളെ. അമ്മയും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വീട്ടിലൊരു മനുഷ്യനും അറിയില്ല. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ശരിക്കും ഞെട്ടിട്ടോ. ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇതൊക്കെ പഠിച്ചിട്ട് അങ്കിളിന് പോലും ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ? ഇല്ല മോളെ, അദ്ദേഹത്തിന് എന്താ ഇപ്പം അറിയുന്നത്? എന്നെ പഠിപ്പിക്കാം, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചതാ. അവസാനം 3 മക്കളും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതോടുകൂടി എൻ്റെ സകല പഠിത്തങ്ങളും നിന്നു എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുമ്പോൾ ശ്രുതി പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് ചുമ്മാ ഒന്ന് കളിച്ചു നോക്കിയാലോ? ഒരുപാട് കാലമായില്ലേ ആൻറ്റി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട്, നമുക്കൊന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മേശയും അതുപോലെ സെറ്റിയും ഒക്കെ എടുത്ത് പൊക്കി മാറ്റാൻ പോകുമ്പോഴത്തേക്കിനും മോളെ നീ ഇതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഒരുത്തിയുണ്ട്. ഒരു പണിയും ഒരു കൂലിയും ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഇരുന്ന് തിന്നുന്ന ഒരുത്തി. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി രേവതിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി അവിടെ വന്നു. എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട്. ആദ്യം ഈ സാധനങ്ങൾ, ഈ കസേരയും ഈ സെറ്റും ഒക്കെ ആ സൈഡിലേക്ക് എടുത്ത് മാറ്റ്. ശരിക്കും പറഞ്ഞാൽ തനിയെ അതിനെ കൊണ്ട് എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. എന്നാലും ചന്ദ്രമതി ഓർഡർ ഇട്ടത് കൊണ്ട് മാത്രം നമ്മുടെ രേവതി അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി. അങ്ങനെ അവർക്ക് ഡാൻസ് കളിക്കാനെന്ന് ഒരു സെറ്റപ്പ് രേവതിയായിട്ട് ഒരുക്കി കൊടുത്തു. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ സാരിയുടെ ആ ഒരു തലപ്പൊക്കെ എടുത്തിങ്ങ് കുത്തി, ശ്രുതി ആണെങ്കിൽ അവൾ ആ ഒരു ചുരിദാറൊക്കെ ഇങ്ങനെ വട്ടം കെട്ടി എന്നിട്ട് നിൽക്കുകയാണ്. പാട്ടൊക്കെ ശ്രുതിയുടെ ഫോണിൽ തന്നെ വെച്ചിട്ട് രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കൽ തുടങ്ങി. നല്ല രീതിയിലൊക്കെ ചന്ദ്ര അങ്ങ് എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. ശ്രുതിയുടെ ഡാൻസ് കാണുമ്പോഴാണെങ്കിലോ ചന്ദ്രയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. തൻ്റെ ഒപ്പം നിൽക്കുന്ന, താൻ സ്നേഹിക്കുന്ന മരുമകളാണ് ശ്രുതി. ആ ഒരു സന്തോഷത്തിൽ ശ്രുതിയോടൊപ്പം എൻജോയ് ചെയ്ത് ചന്ദ്ര ഇങ്ങനെ കളിക്കുമ്പം ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് വരികയാണ്. രേവതി വന്നതും
എന്താണ് ഇനി ഞങ്ങളെ വല്ലരെ ഉരുട്ടിയിടാൻ വേണ്ടിയിട്ടാണോ ആ ഉണ്ടക്കണ്ണ് ഉരുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ പാവം അവിടുന്ന് പോവാണ്. അങ്ങനെ അവൾ വീണ്ടും കിച്ചണിൽ പോയി നിൽക്കും. ആ സമയത്താണെങ്കിലോ എൻ്റെ മോളെ ഞാൻ കിതച്ചു കേട്ടോ, ഇനി ഇച്ചിരി സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം, അതിനുശേഷം കളിക്കാമെന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ശ്രുതി പറഞ്ഞു, ആൻറ്റി അത് ആൻറ്റി കുറേ നാളിന് ശേഷം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു കോഫിയോ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ കളിക്കാമെന്ന് പറഞ്ഞു. ആൻറ്റിക്ക് ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ട് വരട്ടെ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുമ്പം, എന്തിന് മോൾ ഇവിടെ ഇരിക്കുക, മോളും എന്നെ പോലെ കളിച്ച് വിഷമിച്ചതല്ലേ, ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, എടി രേവതി ഇങ്ങ് വന്നേന്നും പറഞ്ഞ് രേവതി ഒച്ചത്തിൽ വിളിക്കുകയാണ് ചന്ദ്ര. രേവതി അവിടെ എത്തി. എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് വേണം, അല്ലെങ്കിൽ വേണ്ട കോഫി ആയാലും മതി. ആയിക്കോട്ടെ അമ്മയെന്നും പറഞ്ഞ് പാവ നമ്മുടെ രേവതി കിച്ചണിലേക്ക് വീണ്ടും പോയി. അങ്ങനെ ചന്ദ്രമതി ഓർഡറൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മ എന്നാ നമുക്ക് ഒന്നുകൂടെ നോക്കാം, അവൾ കോഫി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വീണ്ടും റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ചന്ദ്രയാണെങ്കിൽ മരുമോള് വിളിച്ച പാടെ തന്നെ അങ്ങ് ചാടി എഴുന്നേറ്റു. പിന്നെ രണ്ടുപേരും കൂടെ ആ പാട്ടും വെച്ച് തകർത്തങ്ങ് ഡാൻസ് കളിക്കുകയാണ്. അപ്പം ഈ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ട് നമ്മുടെ രവി അങ്ങ് വന്നു. രവി വരുമ്പോൾ കാണുന്ന കാഴ്ച ചന്ദ്രമതിയുടെ ഡാൻസാണ്. ഓ എൻ്റെ ദൈവമേ, എൻ്റെ ചന്ദ്രക്ക് ഇത് എന്ത് പറ്റിയെന്നും പറഞ്ഞ് രവി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും, എന്താ മനുഷ്യ നിങ്ങൾക്കിത് എന്തു പറ്റി, അല്ല നീ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമോ, ഇതെന്താ സംഭവം? അങ്ങനെ ചന്ദ്രയോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും, ഞാൻ ഡാൻസ് കളിക്കും, വർഷങ്ങളായിട്ട് ഞാൻ ഭരതനാട്യം പഠിച്ചവളാണ്, നിങ്ങൾക്കാണ് എനിക്കൊരു വിലയും നിലയും ഒന്നും തരാതെ ഇങ്ങനെ നിങ്ങൾ എന്നെ കൂടെ നിർത്തിയിരിക്കുന്നത്. ഞാനേ ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഇടുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നോന്നൊക്കെ പറയുമ്പം, എൻ്റെ ചന്ദ്രൻ നിന്റെ ഈ ഡെപ്പാങ്കൊത്ത് ഞങ്ങൾ മാത്രം കണ്ടാൽ മതിയല്ലോ, നീ ഇനി എന്തിനാ നാട്ടുകാരെ കൊണ്ട് ഇത് കാണിപ്പിക്കുന്നത്? ഞാൻ പറയുന്നത് കേക്ക്, ഈ വയസ്സാം കാലത്ത് ശരീരമൊന്നും അനക്കാൻ നിൽക്കണ്ട, വല്ല ഉളുക്കോ നീരുവീഴോ ഒക്കെ ചെയ്യും, അതുകൊണ്ട് അവിടെ എങ്ങാനും പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതി അവിടെ വന്നു. അച്ഛൻ വന്നല്ലോ, അച്ഛന് കുടിക്കാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം, വേണ്ട മോളെ അച്ഛന് ചായയൊന്നും വേണ്ട, ഇപ്പൊ നിന്റെ അമ്മായിയമ്മ ഇവിടെ കിടന്ന് ഡെപ്പാങ്കൊത്ത് കളിച്ചിട്ട് അവൾക്ക് തീരെ മേല, നീ ഒരു കാര്യം ചെയ്യ്, അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കുടിക്കാനുണ്ടാക്കി കൊടുക്കെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഞാൻ കോഫി ഉണ്ടാക്കുന്നുണ്ട്. അല്ല രേവതി നിനക്ക് ഡാൻസ് അറിയാമോ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. എനിക്ക് ഡാൻസ് ചെറുതായിട്ടൊക്കെ അറിയാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും, അറിയാം അതൊക്കെ മോളെ, അതൊക്കെ ഒരു കഴിവാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാൾക്ക് കയറി കളിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. അതിന് ഒരുപാട് ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ എൻ്റെ ശ്രുതിമോൾക്കുണ്ട്. അല്ലാതെ ഈ നിൽക്കുന്നവൾ കളിക്കും, പല ഡെപ്പാങ്കൂത്തും കളിക്കും, അല്ലാണ്ട് ഒന്നും തന്നെ കളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം രേവതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ രവി ആണെങ്കിലോ, എൻ്റെ പൊന്നു ചന്ദ്രമതി നിന്റെ ഈ സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ നിർത്തേണ്ടത്. ഒരു മരുമകളെ തരം താഴ്ത്തിയും മറ്റൊരു മരുമകളെ എടുത്ത് തലയിൽ വെച്ചുകൊള്ള നിന്റെ ഈ താണ്ഡവം അതാടി അവസാനിപ്പിക്കേണ്ടത് എന്നൊക്കെ രവി ദേഷ്യത്തോടു കൂടി പറയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. വർഷയാണെങ്കിൽ സ്കൂട്ടറിന് ചെറിയ പണിയൊക്കെ കിട്ടി, പുള്ളിക്കാരി ആ റോട്ടിൽ ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ, ഇത് നന്നാക്കി കിട്ടാൻ താമസം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ, മോളെടി ഇത് നന്നാക്കി എടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട്, ഞാനിത് നന്നാക്കിയിട്ട് മോളുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെ വർഷ അവിടെ നിന്ന് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുക. ശ്രീ നീ എവിടെയുള്ളത്? എനിക്ക് ചെറിയൊരു പണി കിട്ടിയടാ, നീ എനിക്കൊരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കുമ്പം, എന്താ നിനക്ക് പറ്റിയത്? എൻ്റെ വണ്ടി ഒന്ന് പണി മുടക്കി, നീ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പം, അതിനെന്താ ഞാൻ വരാമല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ പറന്ന് വരികയാണ്. അങ്ങനെ ശ്രീ എത്തിയതും നമ്മുടെ വർഷയും ശ്രീയും കൂടെ അവരുടെ വണ്ടിയിൽ നമ്മുടെ ശ്രീയുടെ വണ്ടിയിൽ കയറി അങ്ങ് പോകുന്ന സമയം വർഷയുടെ അമ്മയും അച്ഛനും കൂടെ ഈ ഒരു കാഴ്ച കാണുകയാണ്. കണ്ടില്ലേ ചേട്ടാ, അവള് ഏതോ ഒരു ചെറുക്കൻ്റെ പിന്നാലെ കയറിയിരുന്ന് പോവാ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഇത് വല്ലതും ഒക്കെ പറയുമോ, ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഭാര്യയാണെങ്കിൽ ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ, എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് സമാധാനപ്പെടും. വർഷ പോയിരിക്കുന്നത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലൊക്കെ അല്ലേ, അത് അവളുടെ ഫ്രണ്ട് ആരെങ്കിലും ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ അവൻ ആരാണ്, അവൻ ഏതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാമെന്നും പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്.
അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണെങ്കിലും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തിയ വർഷയാണെങ്കിൽ ഡബ്ബിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് അച്ഛനും അമ്മയും കൂടെ ഇത്രയും നാളില്ലാത്ത ഒരു സ്നേഹപ്രകടനവും ഒക്കെ ആയിട്ട് അവിടെ എത്തുകയാണ്. അപ്പം വർഷയ്ക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെ ആയിട്ടാണ് അമ്മ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ചെറിയ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്. വർഷയോട് അമ്മ പറഞ്ഞു, മോളതെ ഇന്ന് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അമ്മ പ്രത്യേകം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ആയിക്കോട്ടെ, അമ്മയ്ക്ക് ഇങ്ങനെയുള്ളൊരു ശീലമൊന്നും ഉണ്ടായിരുന്നതല്ലല്ലോ, ഇത് എന്ത് പറ്റിയെന്ന് അവൾ തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വർഷയുടെ അമ്മ അത് വർഷയുടെ അടുത്ത് ചോദിക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.